നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്വേത മേരി, അവൈറ്റസ് ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധയാണ്. പ്രിമച്വർ ബേബീസ്, അതായത് ലോകത്തിലേക്ക് മാസം തികയാതെ കടന്നു വരുന്ന കുഞ്ഞുങ്ങൾ, ചെറിയ ഏറ്റവും പീഡിയാട്രിക് പോപ്പുലേഷനിലെ ഏറ്റവും ടൈനിയസ്റ്റ് പോപ്പുലേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. 1 ൽ 10 കുഞ്ഞുങ്ങൾ ലോകത്തിലേക്ക് മാസം തികയാതെ കം ഇൻ ടു ദ വേൾഡ് ടു സൂൺ എന്നാണ് പറയുന്നത്. 37 ആഴ്ച തൊട്ട് 42 ആഴ്ച വരെയാണ് നമ്മളൊരു ടേം പ്രഗ്നൻസി എന്ന് പറയുന്നത്, മാസം തികഞ്ഞ പ്രഗ്നൻസി. 40 തൊട്ട് 42 ആഴ്ച വരെ പോസ്റ്റ് ടേം പ്രഗ്നൻസി എന്ന് പറയും. 37 ആഴ്ച ആവുന്നതിന് മുന്നേ, അതായത് 36 ആഴ്ചയും 6 ദിവസവും ആകുന്നത് വരെ ഈ ബേബീസിനെ നമ്മൾ പ്രീടേം ബേബീസ് എന്നാണ് പ്രതിപാദിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ ഈ പ്രീടേം ബേബീസിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. 28 ആഴ്ചയിൽ താഴെയുള്ളവരെ നമ്മൾ എക്സ്ട്രീം പ്രീടേം ബേബീസ് അഥവാ മൈക്രോ പ്രീമീസ് എന്ന് പറയും. 28 ആഴ്ച മുതൽ 32 ആഴ്ച വരെ ഗർഭസ്ഥ ശിശു ഒരു വെരി പ്രീടേം ബേബിയാണ്. 32 ആഴ്ച മുതൽ 34 ആഴ്ച ആവുന്നത് വരെ അതൊരു മോഡറേറ്റ് പ്രീടേം ബേബിയാണ്. ഇതിന് ശേഷം 34 ആഴ്ച തൊട്ട് 36 ആഴ്ചയും 6 ദിവസവും ആകുന്നത് വരെ ലേറ്റ് പ്രീടേം ബേബീസ് എന്നും നമ്മളിവരെ പ്രതിപാദിക്കുന്നു. ഓരോ ദിവസവും അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ ഒരു ദിവസത്തെ ഒരു മെച്യൂരിറ്റി, പുറത്തായിരിക്കുമ്പോൾ അതിനൊരു 2 ആഴ്ചത്തെ മെച്യൂരിറ്റി കൊടുക്കുന്നു. അകത്തായിരിക്കുമ്പോൾ ന്യൂട്രീഷൻ ആയാലും ഓക്സിജൻ ആയാലും എല്ലാം മറുപിള്ള വഴി, ബ്ലഡ് വഴി, അംബ്ലിക്കൽ കോഡ്, ബ്ലഡ് വെസൽ വഴി അമ്മയിൽ നിന്ന് കിട്ടുന്ന ഈ സാധനങ്ങൾ പുറത്തെത്തുമ്പോഴത്തേക്കും ഈ അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യുന്നതിൽ ആ ഒരു ഇൻഡിപെൻഡൻറ്റ് ഒരു എൻറ്റിറ്റി ആയിട്ട് അവിടെ ആ കുഞ്ഞ് മാറുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ആ കുഞ്ഞിൻ്റെ ലങ്സ് ആയാലും, ആ ലങ്സ് വയറിൻ്റെ അകത്തായിരിക്കുമ്പോൾ ഒരു ആക്റ്റീവ് ഓർഗനേ അല്ല, പുറത്ത് വരുമ്പോൾ അത് ശ്വാസകോശം വികസിച്ച് ലങ്സ് വർക്ക് ചെയ്യാൻ തുടങ്ങണം. ഹാർട്ടിലെ സുഷിരങ്ങൾ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും തമ്മിൽ വയറിനകത്തായിരിക്കുമ്പോൾ എല്ലാ ഫീറ്റസിനുമുള്ള കണക്ഷൻ പുറത്ത് വരുമ്പോൾ അത് അടഞ്ഞു പോകണം. പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറയും. ഇങ്ങനെ പല വ്യത്യാസങ്ങളും ആ കുഞ്ഞിൽ ഉണ്ടാവണം. ഇത് പ്രിമച്വർ ബേബീസിന് ഇതെല്ലാം പുറകോട്ടായിരിക്കും. അപ്പം ഈ മാസം തികയാതെ ജനിക്കുന്ന പ്രിമച്വർ ബേബീസ് നമുക്കിപ്പോൾ ലോകത്തിൽ വളരെ കൂടുതലായിട്ടുണ്ട്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റും നമ്മുടെ മെഡിക്കൽ സംവിധാനങ്ങൾ കൂടുതൽ അഡ്വാൻസ് ആയതനുസരിച്ച് പ്രിമച്വർ ബേബീസിൻ്റെ റേറ്റും കൂടിയിട്ടുണ്ട്. ലോകത്തിലെ പല അറിയപ്പെടുന്ന വ്യക്തികളും പ്രീടേം ബേബീസ് ആയിരുന്നു. ഇവരെ ലോകത്തിലേക്ക് ഇപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ എളുപ്പമാണ്. ഇത് ഒരു ചാലഞ്ചാണെങ്കിലും അത് നമുക്ക് എത്രയും സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ സപ്പോർട്ട് ചെയ്യാനും ഡോക്ടേഴ്സും കൂടെ ഉണ്ടാവും. പ്രീടേം ബേബീസ്, ദേ ആർ ഫൈറ്റേഴ്സ്, ദേ ആർ ബോൺ വിന്നേഴ്സ് and they are survivors, and we have lot to learn from them. Thank you.